ഗുഡ് മോർണിംഗ്. അപ്പോൾ കുളിച്ച് എന്താ പറയുക ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ഞാനിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കർക്കിടക മാസത്തിലെ വാവാണ് കേട്ടോ. പിതൃക്കൾക്കെല്ലാം ബലിയിടുന്ന സമയമാണ് കേട്ടോ. അപ്പം ഇവിടെ അച്ഛനും അമ്മയും രാവിലെ പോവാറുണ്ട്. ഈ പ്രാവശ്യം പോയില്ല, നല്ല മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് അച്ഛൻ പോയില്ല. അപ്പം അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ ഞാനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അല്ല ഇന്ന് പ്രത്യേക ദിവസമായതുകൊണ്ട് കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കുകയാണ്. രാവിലെ ദോശ, തക്കാളി ചട്നി ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയാണ്. അച്ഛനായാലും മക്കൾക്കായാലും എല്ലാവർക്കും ദോശയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ദോശയാണ്. കൂട്ടുകറി ഉണ്ടാക്കി പിന്നെ ഇനി അമ്മ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൂട്ടുകറി ഉണ്ടാക്കി, കാബേജ് ഉപ്പേരി ഉണ്ടാക്കി. അമ്മ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്മ താമസിക്കുന്നത്. അപ്പോൾ അമ്മ അവിടെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോറും കറികളെല്ലാം ഇലയിൽ വിളമ്പിയിട്ട് കാക്കക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അമ്മ കൊണ്ടുപോകാൻ കേട്ടോ, കാക്കക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊച്ചെ വിശക്കൊന്നും നല്ല മോളീശത്തിൻ്റെ മണം. അമ്മമ്മേൻ്റെ സാമ്പാറിൻ്റെ മണം പൊളി. ആ വീട്ടിൽ നിന്ന് സാമ്പാർ വെച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ല മണം. അതാണ് അമ്മമാരുണ്ടാക്കുന്ന സാമ്പാറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അമ്മമ്മമാരുണ്ടാക്കുന്നതിനും ടേസ്റ്റ് ആയിരിക്കും. അതാണ് കൈപ്പുണ്യം. ഓക്കെ, എനിക്ക് ഇത് വല്ലതും അറിയോ കൊച്ചേ? അറിയില്ല. കുരുത്തക്കേട് കുറച്ച് കൂടുതൽ. കയ്യും കാലും വെച്ചവൻ 11 കുരുത്തം കെട്ടവൻ. വിഷത്തിന്റെ അമ്മേന്റെ സാമ്പാറിന്റെ മണം. രണ്ടിന്റെ കുരുത്തക്കാണ് ഗണപതി ഹോമത്തിന്റെ പ്രസാദം. നല്ല ടേസ്റ്റാണ്. മഴ ഗൈസ്, മഴ, പെരും മഴ. നോക്കിയിരിക്കുന്ന ഞാൻ ഇതാണ് സപ്പോട്ട. ഈ സപ്പോട്ടക്ക് സപ്പോട്ടാന്ന് പേര് വേണം കാണാൻ. എന്താണെന്നറിയാം, സപ്പോട്ടില്ലുണ്ട്. ഈ സപ്പോട്ടക്ക് സപ്പോട്ടാന്ന് പേര് വരാൻ കാണാൻ എന്താ അറിയാ? സപ്പോട്ടില്ലുണ്ടായിരിക്കും. പാവൻ സപ്പോട്ട. ഇത് വല്ലതും അറിഞ്ഞോ ആഹോ.